വെൽക്കം ബാക്ക് ടു ക്രേസി ഗെയിമർ 410. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫേസ് കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കുന്നത്. ഇന്ന് നമ്മൾ FC മൊബൈലിലെ ഹോണറബിൾ മെൻഷൻസ് ആണ് കളിക്കാൻ വരുന്നത്. ഇനി ഒരേ ഒരു ചാലഞ്ചും കൂടെ ഉള്ളൂ. ഒരു ചാലഞ്ചും 2 മാച്ചും കൂടെ കളിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഹോണറബിൾ മെൻഷൻസിൻ്റെ പാക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ ഞാൻ എൻ്റെ FC മൊബൈൽ അക്കൗണ്ട് എടുക്കുകയാണ്. ലോഡാവണം. നെറ്റ് കുറവാണോ അറിയത്തില്ല. മഴയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ, അതുകൊണ്ട് ചിലപ്പോൾ കുറവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഫേസ് കാണിച്ചൊരു വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇടുന്ന ഷോർട്സിനൊക്കെ നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. അതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇന്നത്തെ വീഡിയോ ഇച്ചിരി ചെറുതായിരിക്കും. സാധാരണ ഞാൻ നല്ല ലോങ് വീഡിയോസ് ആയിരുന്നു ഇടുന്നത്. ഇന്ന് ഞാൻ ചെറുതായിട്ടാണ് ഇടാൻ പോകുന്നത്. ബോറടിപ്പിക്കുന്നില്ല. ലോങ് വീഡിയോസ് ഇടുമ്പോൾ എനിക്ക് എപ്പോഴും വ്യൂസ് വളരെ കുറവാണ് കിട്ടുന്നത്. ഇന്ന് ഞാൻ അതുകൊണ്ട് ഇച്ചിരി ഒരു 5 അല്ല 7 മിനിറ്റിനുള്ളിലൊക്കെയാണ് ഇടാൻ പോകുന്നത്. മാക്സിമം ഞാൻ ഷോർട്ടാക്കാൻ നോക്കുന്നതാണ്. എനിക്ക് അത്രയുള്ള ചാലഞ്ചും കൂടെ ഉള്ളു കളിക്കാൻ. ഞാൻ നേരത്തെ കളിച്ചുകൊണ്ടിരുന്ന ചാലഞ്ച് പോയായിരുന്നു. അപ്പോൾ ഇന്ന് കാർണിവലും ഒക്കെ കുറേ വന്നിട്ടുണ്ട്. ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നു. എൻ്റെ അക്കൗണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു യൂട്ടോട്ടിയുടെ എമ്മി മാർട്ടിനസിനെ ക്ലെയിം ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഉടനെ ഇടുന്നതാണ്. പിന്നെ നമുക്കിപ്പോൾ ഹോണറബിൾ മെൻഷൻസിൻ്റെ ചാപ്റ്ററിലേക്ക് പോവാം. അവസാനത്തെ മാച്ച് കൂടെ ഉള്ളു ഇനിയും കളിക്കാൻ. ഞാൻ ആദ്യം പറഞ്ഞ ഒരു സ്കിൽ ഗെയിമും 2 മാച്ചും എന്നാണ്. പക്ഷെ അത് 2 ഞാൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇനി എനിക്ക് ഒരു മാച്ച് കൂടെ ഉള്ളു കളിക്കാൻ. അപ്പം നമ്മുടെ വീഡിയോ പെട്ടെന്ന് തന്നെ തീരുന്നതാണ്. ലോഡാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എനിക്കിപ്പോൾ ഒരു 100 ഓവർ ടീമുണ്ട്. ഞാൻ മെയിനായിട്ട് മർഡോണയെ കൊണ്ടാണ് ഇപ്പോൾ ഗോൾ അടിപ്പിക്കാൻ നോക്കുന്നത്. അതെന്താ അറിയത്തില്ല, എനിക്ക് മർഡോണയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടം. ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഗോൾ അടിക്കാൻ പറ്റുന്നത് ഈ മാച്ചൊക്കെ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഞാൻ കുറേ ദിവസമായിട്ടിരുന്ന് കളിച്ച് കഷ്ടപ്പെട്ടെടുത്ത്. അതുകൊണ്ട് പിന്നെ മറഡോണയ്ക്ക് അത്ര നല്ലതല്ല, അത്ര റേറ്റിംഗ് കൂടുതലുള്ള കാർഡല്ല കിട്ടിയേക്കുന്നത്. 100 റേറ്റിംഗേ ഉള്ളൂ. റാങ്ക് അപ്പ് ചെയ്ത് ഒരു 104 തരുന്നത്. അതിനുശേഷം നമുക്ക് ഒരു റാങ്ക് അപ്പ് കൂടെ ചെയ്യാം. പക്ഷേ നല്ലതാണ്, സത്യം പറഞ്ഞാൽ സൂപ്പറാണ്. ഞാൻ കളിച്ചു നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പേസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പേസും ഡ്രിബിളിങ്. പിന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണെങ്കിലും ഇതിൻ്റെ അകത്ത് ടാക്കിൾ ചെയ്യുമ്പോൾ നല്ല സുഖമായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. ടാക്കിൾ ചെയ്താൽ പെർഫെക്റ്റ് ആകാൻ പറ്റും. എനിക്കിപ്പോൾ 3 അക്കൗണ്ടാണ് നിലവിലുള്ള. ഒരെണ്ണത്തിൻ്റെ 105 OVR, ഒരെണ്ണത്തിൻ്റെ 104, ഇതിൻ്റെ 100. 101 പക്ഷേ ഓട്ടോ ബിൽഡ് അടിച്ചപ്പം എൻ്റെ ഒരു OVR പോയി. അത് ഏത് പ്ലെയറിനെ എനിക്ക് കയറ്റിയാലാണ് എനിക്ക് ആ OVR തിരിച്ച് കിട്ടുന്നതെന്ന് അറിയത്തില്ല. അതോ ഇനി ഞാൻ ഏതെങ്കിലും പ്ലെയേഴ്സിനെ സെല്ല് ചെയ്തോന്നും അറിയത്തില്ല. ഞാനൊരു CR7 എടുക്കണമെന്നുണ്ടായിരുന്നു, മറ്റേ റേഡ്രോ സ്റ്റാർസിൻ്റെ. പക്ഷേ ഞാൻ പിന്നെ വിചാരിച്ചു ഇനി ഹോണറബിൾ മെൻഷൻസിൽ ഏതെങ്കിലും റൈറ്റ് വിങ്ങിനെ കിട്ടുവാണെങ്കിൽ എൻ്റെ അത്രയും പൈസ പോകും. ചിലപ്പം ഇനി വിൽക്കാൻ പറ്റിയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ വാങ്ങിക്കാൻ. ഇതും കൂടെ കഴിഞ്ഞാൽ റൈറ്റ് വിങ് അല്ല കിട്ടുന്നതെങ്കിൽ ഞാൻ എന്തായാലും CR7 മാക്സിമം വാങ്ങിക്കാൻ നോക്കുന്നതാണ്. 104 ഒഴിച്ച് ബാക്കി എന്ത് കിട്ടിയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പം ഞാൻ ഹോണറബിൾ മെൻഷൻസും കൂടെ കഴിഞ്ഞിട്ടാണ് CR7 എടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചേക്കുന്നത്. നമുക്ക് എന്തായാലും ഇത് കളിച്ച് കഴിഞ്ഞ് നോക്കാം. ഓക്കെ, എൻ്റെ ടീമിൽ ഇപ്പം കുറച്ച് റേറ്റിംഗ് കുറവുള്ള പ്ലേയേഴ്സാണ് ഉള്ളത്. എന്നുവെച്ചാൽ ഇപ്പം ഏറ്റവും റേറ്റിംഗ് ഉള്ള എൻ്റെ ടീമിൽ മാർട്ടിനസിൻ്റെ 105 U20 കാർഡാണ്. ബാക്കി ഒന്നിനും അത്രയ്ക്ക് റേറ്റിംഗ് ഇല്ല. 100ഉം 101ഉം പിന്നെ എനിക്ക് 102ൻ്റെ 3 പ്ലേയേഴ്സ് എങ്ങാണ്ടുമുണ്ട്. അല്ലാതെ അങ്ങനെ റേറ്റിംഗ് ഉള്ള ആരും ഇല്ല. നമുക്കിവിടെ മറഡോണയ്ക്ക് പാസ് ചെയ്യാൻ നോക്കും, പക്ഷെ പറ്റിയില്ല. പക്ഷെ അത് മറഡോണ നൈസിനെടുക്കും. അതാ ഞാൻ പറഞ്ഞ ഇച്ചിരി ഡിഫെൻഡിങ് ഉണ്ടാകും. പക്ഷെ സ്റ്റാമിന ഇച്ചിരി കുറവാണ്. കുറച്ച് കളിച്ച് കഴിയുമ്പോഴത്തേക്കും സ്റ്റാമിന അങ്ങ് കുറയും. പക്ഷെ എന്നാലും സുഖമായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫിനിഷ് ഷോട്ട് ഉണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ റൗളറ്റ് ആണെന്ന് തോന്നുന്നു മെയിൻ സ്കിൽ. ഓക്കെ, കളി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങൾ ക്ലെയിം ചെയ്യാനുള്ള സമയമായി. അത് ഇതിൻ്റെ ഒരു 100 to 105 റിവാർഡുണ്ട്. അത് നമുക്ക് ക്ലെയിം ചെയ്യാം.
ലോഡാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ടീം ഓഫ് ദി ഇയർ ഇവന്റിനെ പറ്റി നിങ്ങൾക്കുള്ള താല്പര്യം അടി കമന്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഏതാണ്ട് 5 മിനിറ്റ് കഴിയാറായി. ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ വീഡിയോ ഷോർട്ടായിരിക്കും. എൻ്റെ ഇത് ലോഡാവുന്നേ ഉള്ളൂ. ഇച്ചിരി നെറ്റ്വർക്കിന് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഗൈസ് ഇത് ലോഡായിട്ടുണ്ട്. ഇനി നമുക്ക് അത് ക്ലെയിം ചെയ്യാം. മറ്റേൻ്റെ റിവാർഡ് കിട്ടിയില്ല, എന്തോ അൺനോൺ എറർ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ക്ലെയിം ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് വലിയ കാര്യമില്ല. നല്ലതെല്ലാം കിട്ടിയാൽ മതി. ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഓ, ജൊണാഥൻ ടായ കിട്ടിയത്. ഏത് വേർഷനാ? ഓ, 100. ഏറ്റവും ഇതിൻ്റെ അകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും കുറഞ്ഞ നമുക്ക് കിട്ടിയത്. അത് നമുക്കിനി മാർക്കറ്റ് പിക്കിന് എക്സ്ചേഞ്ച് ചെയ്യാം. ഓക്കെ, ആണ്ടെ ഇപ്പോൾ നമുക്ക് 104 to 107 കാണാൻ പറ്റുമോ അറിയത്തില്ല. 104 to 107 അവൈലബിളാണ്. ഞാനിവിടെ സൈഡിലായിട്ട് വീഡിയോ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ആരെ കിട്ടുമോ അറിയത്തില്ല. നോക്കാം. പാക്ക് ഓപ്പൺ ചെയ്യുക. ജർമ്മനി ക്യാമാണ് കിട്ടിയത്. ഓക്കെ, മുസിയാലയാണ് കിട്ടിയത്. 104 ഉള്ളൂ. പക്ഷെ എന്നാലും അത് നല്ലതാണ്, നല്ല കാർഡാണ്. അതെ, 4 സ്റ്റാർ വീക്ക് ഫുട്ടാണ്. 5 സ്റ്റാർ സ്കിൽ മൂവ്സ്. അത് നല്ല നമുക്കൊരു അഡ്വാൻറ്റേജ് ആണത്. പിന്നെ 107 പേസും ഉണ്ട്. ഡ്രിബിളിങ് 115 ഉണ്ട്. ഡിഫെൻഡിങ്ങും ഫിസിക്കലും മാത്രമേ ഉള്ളൂ ഇച്ചിരി കുറവ്. ബാക്കിയെല്ലാം നല്ലതാണ്. ജർമ്മനിയുടെ യങ് സ്റ്റാർ ആണ് പുള്ളിക്കാരൻ. പിന്നെ അപ്പം നമ്മളിപ്പോൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്. നമുക്കിനി ടീമിൽ കയറ്റാം. ഞാനിപ്പോൾ ടീം എഡിറ്റിങ്ങിൽ പോയിട്ട് 2 ക്യാമ്പ് വരുന്ന വല്ല ഫോർമേഷൻ ഉണ്ടോ എന്ന് നോക്കാൻ പോവാ. ക്യാം 3 ക്യാമ്പ് ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല. 2 ക്യാമ്പ് വേണം. നമുക്ക് ഈ പൊസിഷൻ അല്ലാതെ നമ്മുടെ ടീമിന് പറ്റിയ പൊസിഷൻ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് ഈ ഫോർമേഷനേ ഉള്ളൂ. 3-2-3-1 നാരോ. അത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഓട്ടോ ബിൽഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് 101 OVR കിട്ടിയിട്ടുണ്ട്. 3 ക്യാമല്ലേ? നമുക്ക് 2 ക്യാം ഉണ്ടോ എന്ന് നോക്കാം. 2 ക്യാമിൻ്റെ ഞാൻ എവിടെയോ കണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി. ഇവിടെ 2 ക്യാം. പക്ഷെ ലെഫ്റ്റ് മിഡും ഇപ്പോഴും നമുക്ക് കറക്റ്റാണ്. ഇപ്പോൾ എൻ്റെ ടീമിൽ സ്ട്രൈക്കർ സെർസി ഉണ്ട്. ക്യാം മുസിയാലെ മർഡോണ ഉണ്ട്. സെൻട്രൽ മിഡ് കോണ്ടോഗ്ബിയ. ലെഫ്റ്റ് മിഡ് ഡേവിഡ് നെറസും. റൈറ്റ് മിഡ് പക്ഷേ ഗ്രിമാൽഡോ ആണ്, മറ്റേ ലെഫ്റ്റ് മിഡിൻ്റെ വേർഷൻ. പിന്നെ ലെഫ്റ്റ് ബാക്ക് ഗ്വാർഡിയോള്, സെൻറ്റർ ബാക്ക് അരിഡാനെ, സെൻറ്റർ ബാക്ക് മാർക്കിനോസ്, കിമ്മിച്ച്, റൈറ്റ് ബാക്ക്. പിന്നെ ഗോൾ കീപ്പർ എമി മാർട്ടിനസ്. നമുക്ക് ഇനി മുസിയാലിൽ റാങ്ക് അപ്പ് ചെയ്യാൻ നമ്മുടെ ഈ പ്ലേയേഴ്സ് ഒന്നും ഇല്ല. ക്വസ്റ്റ്യൻ എന്തൊക്കെയുണ്ട് അത് നമുക്ക് ക്ലെയിം ചെയ്യാം. അതിന് ശേഷം നമ്മുടെ മാഷിറാണോയെ കിട്ടുമോ എന്ന് നോക്കാം. ഇപ്പം 101 OVR ആയിട്ടുണ്ട് നമ്മുടെ ടീം. അപ്പം നമുക്ക് നേരത്തെ കിട്ടിയ ജൊനാഥൻ ടായെ എക്സ്ട്രാ ടൈമിൽ പോയിട്ട് പറ്റുമോ എന്നറിയത്തില്ല, ഓട്ടോ ബിൽഡ് ചെയ്തുകൊണ്ട്. ഇല്ല ഗൈസ്, അത് ലോക്കായിപ്പോയി. ഞാൻ ഓട്ടോ ബിൽഡ് ചെയ്തതിൻ്റെ ഞാൻ നേരത്തെ അത് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് മാഷിറാണോയെ കിട്ടാൻ ഇനി പ്രത്യേകിച്ച് വഴിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ പക്ഷേ ഹോണറബിൾ മെൻഷൻസ് ഇച്ചിരി നല്ല പ്ലേയേഴ്സിനെ വിചാരിച്ചു. പക്ഷെ 104 ഡോണറൂമേ ആവാതിരുന്നത് നല്ല കാര്യമായി. കാരണം ഡോണറൂമേ ആയിരുന്നെങ്കിൽ പറ്റത്തില്ലായിരുന്നു. കാരണം എനിക്ക് ഒന്നാമത് എമി മാർട്ടിനസ് ഉണ്ട്.
നമുക്ക് സ്റ്റാർ പാസ് ടീം ഓഫ് ദി ഇയറിൻ്റെ ആണോ അറിയത്തില്ല. നമുക്ക് കാര്യം നോക്കാം. ഞാൻ അൺലക്കിയാണ്, കാരണം 104 to 107 അകത്ത് എനിക്ക് 104 കിട്ടിയുള്ളൂ എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഒരു മിനിമം 105 അക്സെപ്റ്റ് ചെയ്തു. ഇതൊന്നും ഞാൻ ഇതുവരെ കളിച്ചിട്ട് കൂടിയില്ല. ഞാൻ അത് ബാക്ക് ചെയ്യുക. ഇനി എനിക്കിപ്പോൾ 165 ബില്യൺ ഉണ്ട്. ഞാൻ യാർസീനോയെ കിട്ടുമോ നോക്കാൻ പോവാ. കാരണം എനിക്കിപ്പോൾ യാർസീനോയെ ആവശ്യമില്ല. റൈറ്റ് മിഡ് പൊസിഷനിൽ എനിക്ക് ഒരു നല്ല പ്ലെയറിനെയാണ്. കാരണം ഗ്രിമാൾഡോ കാരണം ചിലപ്പോൾ ടീമിൻ്റെ അടുത്ത ഉള്ള റേറ്റിംഗ് ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്. ഗ്രിമാൾഡോ ലെഫ്റ്റ് മിഡാണ്, റൈറ്റ് മിഡ് ആയിട്ടില്ല. ലെഫ്റ്റ് ബാക്കുമേ ഉള്ളതെന്ന് തോന്നുന്നു. അതിൻ്റെ കൂടി ഇത്രയും എക്സ്പെൻസീവ് പ്ലെയേഴ്സിനെ ഒന്നും എനിക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ എൻ്റെ അടുത്ത് ഒരു പൈസയും മുടക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറ്റത്തില്ല. അല്ലേ പിന്നെ കുറേ കിടന്ന് കഷ്ടപ്പെടണം. ഞാൻ ഓരോന്ന് കിട്ടിയാൽ അപ്പം തന്നെ അതങ്ങ് ഉപയോഗിക്കും. അതാണ് എൻ്റെ ഒരു പ്രശ്നം. റൈറ്റ് മിഡ് എടുത്തു. എനിക്ക് വാങ്ങിക്കാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ ഈ 103 എനിക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. വേറെ ഇവർക്കൊക്കെ റൈറ്റ് മിഡിനൊക്കെ ഭയങ്കര വില കുറവാണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഈ ഹീറോയുടെ ഞാൻ നോക്കട്ടെ വാങ്ങിക്കാൻ. ചില കൂടിയ റാങ്ക് ആണെങ്കിലും അതിനിച്ചിരി വില കുറവ് കാണും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വില കുറഞ്ഞ വെർഷൻ. എനിക്ക് 153 നമുക്ക് ഇച്ചിരി വില കൂട്ടി വെക്കാം. അതാവുമ്പം പെട്ടെന്ന് ഇതാവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ 10 മിനിറ്റിനുള്ളിൽ എടുക്കണമെന്നാണ് വിചാരിച്ചത്. ഇപ്പം 10 മിനിറ്റ് കഴിയാറായി. ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കിന്ന് വേറെ പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല. അപ്പം ശരി, എന്നാൽ ബൈ ഗൈസ്.